വായന പരിപോഷണ പ്രവർത്തനങ്ങൾക്ക് എന്നും പ്രോത്സാഹനം നൽകുന്ന വിദ്യാലയമാണ് നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂൾ. വായനത്തണലിൽ അക്ഷരായനം, പുസ്തകാസ്വാദന സദസ്സ്, കാലികം, പത്രവാർത്താ പ്രശ്നോത്തരി തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് വിദ്യാരംഗം ക്ലബ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 5000-ഓളം പുസ്തകങ്ങൾ അടങ്ങുന്ന ജനറൽ ലൈബ്രറി, എല്ലാ ക്ലാസ് മുറികളിലുമുള്ള ക്ലാസ് റൂം ലൈബ്രറി, സുകുമാർ അഴീക്കോട് ഓപ്പൺ ലൈബ്രറി, ഇവയെല്ലാം തന്നെ വായനയുടെ വാതായനങ്ങൾ ഞങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ തുറന്നിടുകയാണ്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ വായന പരിപോഷണ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ സ്കൂൾ ചുമരുകൾ പെയിന്റ് ചെയ്യാൻ ഫണ്ട് അനുവദിച്ചു. ഇപ്രകാരം പെയിന്റ് ചെയ്ത ചുമരുകളാണിത്. ഇത് ഞങ്ങളുടെ ഓഫീസ് ബിൽഡിംഗ് ആണ്. ഇനി മുതൽ ഇത് അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ബ്ലോക്ക് എന്നായിരിക്കും. ബഷീറിൻ്റെ വിവിധ കൃതികളുടെ രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട സോജ രാജകുമാരി എന്ന ഗാനം ഗ്രാമഫോണിൽ ആസ്വദിച്ചുകൊണ്ട് ഒരു മാംഗോസ്റ്റിൻ മരത്തിന് ചുവട്ടിലിരിക്കുന്ന ബഷീറിൻ്റെ ചിത്രമാണിത്. ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പുതിയ തത്വം കണ്ടുപിടിച്ച ബഷീറിൻ്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായ മജീദും ബാല്യകാല സഖിയായ സുഹറയുമാണിത്. ബഷീറിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ചീന്തിയെടുത്ത ഒരു ഏട് തന്നെയാണ് ബാല്യകാല സഖി എന്ന ഈ കൃതി. തൻ്റെ കുടുംബാംഗങ്ങളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ബഷീർ രചിച്ച കൃതിയാണ് പാത്തുമ്മയുടെ ആട്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന വിശേഷണത്തിന് അർഹമായ ഈ കൃതിയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും. ബഷീറിൻ്റെ വീട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന പാത്തുമ്മയുടെ ആട് സൃഷ്ടിക്കുന്ന കോലാഹലങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ കൃതിയിൽ. പാത്തുമ്മയുടെ ആട്, ബഷീറിൻ്റെ ബാല്യകാല സഖി, ശബ്ദങ്ങൾ എന്നീ പുസ്തകങ്ങൾ ഷാപ്പിടുന്ന രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പുസ്തകങ്ങൾ തിന്നു കഴിഞ്ഞ ഉടനെ പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ പുതപ്പ് തിന്നാൻ ആരംഭിക്കുന്നു. അപ്പോൾ ബഷീർ ആടിനോട് പറയുന്ന കുറച്ച് രസകരമായ വാക്കുകളാണിവ. ഹേ അജ സുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്, അതിന് 100 രൂപ വിലയുണ്ട്. അതിൻ്റെ കോപ്പി ഇനി എൻ്റെ പക്കലില്ല. എൻ്റെ പുസ്തകങ്ങൾ ഇനി വേറെയുമുണ്ട്. ഭവതിക്ക് അതെല്ലാം വരുത്തി സൗജന്യമായി തരാം. ബഷീർ തൻ്റെ മകളും കഥാപാത്രവുമായ ഷാഹിന, കൈസുകുട്ടി എന്ന പൂച്ച, സഹോദരിയായ പാത്തുമ്മ, പാത്തുമ്മയുടെ ആട് എന്നിവരോടൊപ്പമുള്ള ചിത്രമാണിത്. ഒരു രാഷ്ട്രീയ തടവുകാരനായി ജയിലിലേക്ക് എത്തുന്ന ബഷീർ അവിടെ സ്ത്രീ തടവുകാരിയായി എത്തുന്ന നാരായണി എന്ന സ്ത്രീയുമായി പ്രണയത്തിലാവുന്നു. അങ്ങനെ ഒരു മതിലിന് ഇരുവശവും നിന്നുകൊണ്ട് പരസ്പരം കാണാതെ പ്രണയിക്കുന്ന നാരായണിയുടെയും ബഷീറിൻ്റെയും കഥയാണ് ബഷീറിൻ്റെ മതിലുകൾ. അതുകൊണ്ടാണ് ജയിലിൽ നിന്ന് മോചിതനാകുമ്പോൾ ബഷീറിൽ നിന്ന് വൈ ഷുഡ് ഐ ബി ഫ്രീ, ഹൂ വാൻസ് ഫ്രീഡം എന്ന ചോദ്യമുയരുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് ഉപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന്. നിഷ്കളങ്കയും നിരക്ഷരയുമായ കുഞ്ഞിപ്പാത്തുമ്മ വിദ്യാസമ്പന്നനും പുരോഗമന ചിന്താഗതിക്കാരനുമായ നിസാർ അഹമ്മദുമായി പ്രണയത്തിലാവുന്നു. പിന്നീട് അപകടത്തിൽപ്പെട്ട ഒരു കുരുവിയെ കുഞ്ഞിപ്പാത്തുമ്മ സ്വന്തം ജീവരക്തം കൊടുത്ത് രക്ഷിക്കുന്ന സന്ദർഭമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ ഒരു സാമൂഹിക വിമർശനമാണ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക്. ഒരു കുശിനിപ്പണിക്കാരനായ യുവാവിൻ്റെ മൂക്ക് അസാധാരണമാംവിധം വളരുന്നതും അത് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഏറ്റെടുക്കുന്നതും അതുമൂലമുണ്ടാകുന്ന പൊല്ലാപ്പുകളുമാണ് കഥയുടെ പ്രമേയം. ഇതുപോലെ തൻ്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ബഷീർ രചിച്ച കൃതിയാണ് ആനവാരിയും പൊൻകുരിശും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തേന്മാവിനെ കുറിച്ചുള്ള ബഷീറിൻ്റെ ചെറുകഥയാണ് തേന്മാവ്. യൂസുഫ് സിദ്ദിഖ് എന്ന വൃദ്ധൻ മരണാസന്നനായി കിടക്കുമ്പോൾ റഷീദും അസ്മയും ചേർന്ന് ദാഹജലം നൽകുന്നു. എന്നാൽ ആ വൃദ്ധൻ ആദ്യം ദാഹജലം നൽകിയത് തൊട്ടടുത്ത് നിന്നിരുന്ന തേന്മാവിനായിരുന്നു. അതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. പരിസ്ഥിതി സ്നേഹത്തിൻ്റെ, വൃക്ഷ സംരക്ഷണത്തിൻ്റെ കഥ പറയുന്ന തേന്മാവ് ഈ ചിത്രം നാം ഓരോരുത്തരോടും ഒരു വൃക്ഷമെങ്കിലും വെച്ച് പിടിപ്പിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത്. മതസൗഹാർദ്ദത്തിനോ സന്മാർഗ ചിന്തയ്ക്കോ കോട്ടം തട്ടാത്ത രീതിയിലുള്ള ബഷീറിൻ്റെ
ഒരു പ്രണയകഥയാണ് പ്രേമലേഖനം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നായർ ജാതിയിൽപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥനായ കേശവൻ നായരും തൊഴിൽ രഹിതയും സുന്ദരിയും അവിവാഹിതയുമായ സാറാമ്മയും തമ്മിലുള്ള പ്രണയമാണ് കഥയുടെ പശ്ചാത്തലം. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുകയും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ കഥ ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് അംബികാസുധൻ മാങ്ങാട് എന്ന കഥാകൃത്തിന്റെ പേരിലുള്ളതാണ്. കുട്ടികളെ ഏറെ ആകർഷിച്ച ധാരാളം കഥകൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട്. പ്രസിദ്ധമായ എൻ മകജ എന്ന നോവൽ, രണ്ടു മത്സ്യങ്ങൾ, നീരാളിയൻ, പ്രാണവായു തുടങ്ങിയ കൃതികളുടെ ചിത്രീകരണമാണ് ഈ ബിൽഡിംഗിൽ ചെയ്തിരിക്കുന്നത്. അടച്ചിരിപ്പിന്റെ കോവിഡ് കാലത്ത് ഞങ്ങൾ ആരംഭിച്ച അക്ഷരായനം പുസ്തകാസ്വാദന സദസ്സ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത് അംബികാസുധൻ മാങ്ങാട് ആയിരുന്നു. അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രാണവായു എന്ന കഥ എല്ലാ കുട്ടികൾക്കും വായിക്കാനായി നൽകിയിരുന്നു. കോവിഡിന് മുമ്പ് തന്നെ അദ്ദേഹം എഴുതിയ പ്രാണവായു എന്ന കഥ ഓക്സിജൻ ക്ഷാമം അനുഭവിക്കേണ്ടി വരാവുന്ന ഭാവി കാലത്തിലേക്കുള്ള ദീർഘദർശനം ആയിരുന്നു. ഈ കഥ വായനക്കാരെ ഏറെ ചിന്തിപ്പിക്കുന്നതും സമകാലിക പ്രസക്തവുമായിരുന്നു. പരിസ്ഥിതിയുടെ ഉപാസകൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാടിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നോവലാണ് എൻ മകജെ. കാസർഗോഡ് ജില്ലയിലെ എൻ മകജെ എന്ന ഗ്രാമത്തിൽ കശ്മാവിൻ തോട്ടങ്ങളിൽ അടിക്കുന്ന എൻഡോസൾഫാൻ എന്ന മാരകമായ വിഷം ഒരു സമൂഹത്തെ തന്നെ തീരാ ദുഃഖത്തിലാഴ്ത്തിയ കഥയാണ് എൻ മകജെ ഓർമ്മിപ്പിക്കുന്നത്. നാട്ടറിവും നാടൻ പ്രതിരോധ തന്ത്രങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അമിത ലാഭം കൊയ്യാനുള്ള മനുഷ്യന്റെ ആവേശമാണ് എൻ മകജെ. ഒരു നാടിന്റെ നിലവിളിയാണ് നാം ഇവിടെ കേൾക്കുന്നത്. അടുത്തത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന രണ്ടു മത്സ്യങ്ങൾ എന്ന കഥയാണ്. വനനശീകരണവും മലിനീകരണവും നാടിനെ നശിപ്പിക്കുന്ന കാലത്ത് അഴകൻ, പൂവാലി എന്നീ രണ്ട് ഇണ മത്സ്യങ്ങൾ കവ്വായി കായലിൽ നിന്നും ശൂലാപ്പുകാവിലെ ശുദ്ധജലത്തിൽ മുട്ടയിടാൻ പോകുന്ന കഥയുടെ ചിത്രീകരണമാണ് ഇത്. ഈ കഥയിൽ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ കഥാകൃത്ത് ചോദിക്കുന്നുണ്ട്. മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് വിളിക്കുന്നത്? മരക്കാപ്പിൽ മുട്ടയിടാൻ വരുന്ന ഒലിവ് റെഡ്ലി വിഭാഗത്തിൽപ്പെട്ട 50 കിലോഗ്രാം വരെ ഭാരമുള്ള കടലാമകളുടെ ജീവിതചക്രവും അവയുടെ അതിജീവന ചിത്രവുമാണ് നീരാളിയൻ എന്ന കഥയിൽ പറയുന്നത്. ശാസ്ത്രീയമായ ഒരുപാട് അറിവുകൾ ഈ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കഥയിലെ സുധർമ്മിണി എന്ന കഥാപാത്രം കടലാമകളുടെ കുഞ്ഞുങ്ങളെ കൈക്കുടനയിൽ കോരിയെടുത്ത് കടലിലേക്ക് സുരക്ഷിതമായി ഒഴുക്കിവിടുന്ന ചിത്രമാണ് ഇത്. ഭൂമിയിലെ ജീവജാലങ്ങൾ പരസ്പര ബന്ധിതമാണെന്നും ആ ജീവികൾക്ക് ഓരോരുത്തർക്കും അനേക സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥയാണ് ചിന്നമുണ്ടി. തൂക്കണാംകുരുവികളുടെ ജീവിതത്തെ പറ്റിയുള്ള വിവരണങ്ങൾ അത് അടിവരയിടുന്നു. അധിനിവേശ സസ്യങ്ങളും ജന്തുക്കളും ലോകം മാറ്റിമറിക്കുമെന്നും അത് ആവാസ വ്യവസ്ഥയെ തകർക്കും എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടി ഈ കഥ നമുക്ക് നൽകുന്നു. ഭൂമി വിനിമയത്തിന് മാത്രമുള്ള ഒരു ചരക്കായി കാണുന്ന മനുഷ്യൻ ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും എന്ന സന്ദേശമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ഇങ്ങനെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട കഥകൾ ചിത്രീകരണം നടത്തുക വഴി കുട്ടികളെ വായനയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ വിദ്യാലയം. കുട്ടികൾ ചിത്രങ്ങൾ കണ്ട് പുസ്തകം തേടിപ്പിടിച്ച് വായിക്കാൻ തുടങ്ങുന്നു.
ഒപ്പം ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കുട്ടികൾ കഥ എഴുതുകയും ചെയ്യുന്നു. വരയ്ക്കാൻ കഴിവുള്ള കുട്ടികൾ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ചിത്രങ്ങൾ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു. ഇത്തരത്തിൽ പഠന പ്രവർത്തനങ്ങൾക്ക് സഹായകമായുള്ള നിരവധി ചിത്രങ്ങൾ ക്ലാസ് മുറികളിലും വരച്ചു ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി ചിത്രങ്ങൾ വരച്ചു തന്നത് രാജാ രവിവർമ്മ ആർട്സ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ രഘു, പ്രദീപ് എന്നിവരാണ്. നമുക്ക് ഫണ്ട് അനുവദിച്ച അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ എസ് ഹാരിസിനും പഞ്ചായത്ത് ഭരണസമിതിക്കും നമുക്ക് ചിത്രങ്ങൾ വരച്ചു തന്ന കലാകാരന്മാർക്കും സ്കൂളിന്റെ നന്ദി അറിയിക്കുന്നു.
അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച STV ഗവൺമെന്റ് UPS നേർക്കുന്നത്തെ കമ്പ്യൂട്ടർ ലാബാണിത്. ഇതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചു തന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ S. ഹാരിസിനും ഭരണസമിതിക്കും സ്കൂളിന്റെ നന്ദി ആദ്യമേ അറിയിക്കുന്നു. ഞങ്ങൾ കുട്ടികൾക്ക് മലയാളം അനായാസം ടൈപ്പ് ചെയ്യാൻ പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് വിവിധ വർണ്ണങ്ങൾ ചേർത്തുകൊണ്ട് ഒരു മലയാളം കീബോർഡിലൂടെ വരച്ചു ചേർത്തിരിക്കുന്നത്. ഓരോ അക്ഷരങ്ങളും ചിഹ്നങ്ങളും വ്യക്തമാകുന്ന രീതിയിലാണ് മലയാളം കീബോർഡിൽ എഴുതി ചേർത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഏത് വിരലുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിറങ്ങളുടെ സഹായത്തോടെ ഇതിൽ വരച്ചു ചേർത്തിട്ടുണ്ട്. മലയാളം കീബോർഡ് കൂടാതെ ഒരു ഇംഗ്ലീഷ് കീബോർഡും മൗസും ഇവിടെ വരച്ചു ചേർത്തിട്ടുണ്ട്. ചിത്രങ്ങളിലൂടെ കുട്ടികൾ വളരെ വേഗം കാര്യങ്ങൾ പഠിക്കുന്നതിനാൽ കുട്ടികളെ കീബോർഡും മൗസും പരിചയപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് മൗസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഏതൊരു കുട്ടിയും മൗസ് ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ കീബോർഡിൻ്റെ വിവിധ കീകളും അവയുടെ ഫംഗ്ഷനുകളും എഴുതി ചേർത്തിട്ടുണ്ട്. ലാപ്ടോപ്പുകളാണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നതെങ്കിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഭാഗങ്ങളായ മോണിറ്റർ, CPU, UPS, മൗസ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LP ക്ലാസ്സിലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ പഠിക്കുന്നതിന് ഈ ചിത്രങ്ങൾ വളരെയധികം പ്രയോജനം ചെയ്യുന്നു. തുടർന്ന് വരുന്ന ചിത്രങ്ങളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നാം എങ്ങനെ ഇരിക്കണമെന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. LP ക്ലാസ്സിലെ കുട്ടികൾക്കായുള്ള എഡ്യൂക്കേഷണൽ സ്യൂട്ട് G കോംപ്രസിൻ്റെ വിൻഡോയാണ് കാണുന്നത്. കീബോർഡും മൗസും ഉപയോഗിക്കാൻ പഠിക്കാൻ സഹായിക്കുന്ന നിരവധി ഗെയിമുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ഗെയിമിലൂടെയും കുട്ടികൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കുന്നു. അടുത്തതായി കാണുന്നത് ജിയോജിബ്രയുടെ വിൻഡോയാണ്. ഗണിതത്തിലെ ജാമീതീയ രൂപങ്ങളെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ജിയോജിബ്ര. ജിയോജിബ്രയുടെ സഹായത്തോടെ വിവിധ ഗണിത രൂപങ്ങൾ വരയ്ക്കാനും അതുപോലെ തന്നെ കോണളവുകൾ കണ്ടുപിടിക്കാൻ കുട്ടികൾ പഠിക്കുന്നു. ജിയോജിബ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ടൂളുകളെല്ലാം തന്നെ ഇതോടൊപ്പം പ്രത്യേകം വരച്ചു ചേർത്തിരിക്കുന്നു. അടുത്തതായി കാണുന്നത് കളർ പെയിൻറ്റിംഗ് ജാലകമാണ്. UP ക്ലാസ്സിലെ കുട്ടികൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും അതുപോലെ അവർക്ക് അനുയോജ്യമായ കളറുകൾ നൽകാനും കളർ പെയിൻറ്റിലൂടെ പഠിക്കുന്നു. 7ാം ക്ലാസ്സിലെ കളർ പെയിൻറ്റുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിലെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാന ടൂളുകളെല്ലാം തന്നെ പ്രത്യേകം വരച്ചു ചേർത്തിരിക്കുന്നു. അവസാനമായി കാണുന്നത് സ്റ്റേലിലേറിയം ജാലകമാണ്. ആകാശക്കുറച്ചുകളെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സ്റ്റേലിലേറിയം. സ്റ്റേലിലേറിയത്തിൻ്റെ സഹായത്തോടെ UP ക്ലാസ്സിലെ കുട്ടികൾ ഗ്രഹങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും പഠിക്കുന്നു. ഒപ്പം കഴിഞ്ഞുപോയ സൂര്യഗ്രഹണ കാഴ്ചയും ഇനി വരാനിരിക്കുന്ന ഗ്രഹണ കാഴ്ചയും സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്നു. ഇതോടൊപ്പം തന്നെ പ്രധാന ടൂളുകളെല്ലാം തന്നെ വളരെ ഭംഗിയായി പ്രത്യേകം വരച്ചു ചേർത്തിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ഫർണിച്ചറുകൾ കൂടിയായപ്പോൾ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് വളരെ ആകർഷകമായി.